നമസ്കാരം. കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. ആശുപത്രിയിൽ ന്യൂമോണിയ ബാധിച്ചു കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ദേവാലയങ്ങളിലും ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും പ്രാർത്ഥിക്കുവാൻ ആഹ്വാനവുമായി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി ആശങ്കാജനകമാണ്. അതിനാൽ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ സീറോ മലബാർ സഭയിലെ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണെന്നും പിതാവ് പറഞ്ഞു. ദൈവത്തിന്റെ സ്നേഹമാർന്ന പരിപാലനയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മാർ തോമാസ് ലിഹായുടെയും നമ്മുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യാമെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രസ്താവനയിൽ ഓർമ്മിപ്പിച്ചു. നമ്മുടെ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും പരിശുദ്ധ കുർബാനയർപ്പണത്തിന്റെയും മറ്റു പ്രാർത്ഥനകളുടെയും അവസരങ്ങളിലും പരിശുദ്ധ പിതാവിനെ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ടെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. കെയർ ഹോമുകൾ സഭയുടെ ശുശ്രൂഷയുടെ മുഖമാണെന്ന് ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി 2024 ശിലാസ്ഥാപനം നടത്തിയ മുക്കാട് നസ്രത്ത് പകൽ വീടിന്റെ ആശീർവാദ വേളയിലാണ് ബിഷപ്പിന്റെ പരാമർശം. വിവിധ സന്യാസ സമൂഹങ്ങളുടെയും അൽമായ സഹോദരങ്ങളുടെയും അർപ്പണ മനോഭാവം ശ്ലാഘനീയമാണെന്ന് ബിഷപ്പ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വൃദ്ധജനങ്ങൾക്ക് ഒറ്റപ്പെടാതെ ഒരുമിച്ച് കൂടാനും അവരുടെ മാനസിക ഉല്ലാസങ്ങൾക്ക് അവസരമൊരുക്കുവാനുമായി കൊല്ലം രൂപതയിലെ വിമലഹൃദയ സന്യാസിനി സമൂഹം വഴിയാണ് പകൽ വീട് നടപ്പാക്കുന്നത്. നാം ഓരോരുത്തരും കരുതലിന്റെ വക്താക്കളാകണമെന്ന് കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട്. കോട്ടയം അതിരൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കരുതാം നാളേക്കായി എന്ന കുടിവെള്ള സംഭരണ ടാങ്ക് വിതരണ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിലാണ് പിതാവിന്റെ പരാമർശം. മണ്ണിനോടും ജലത്തോടും സഹജീവികളോടും പ്രകൃതി വസ്തുക്കളോടുമുള്ള മനുഷ്യന്റെ കരുതലാണ് നാളെയുടെ സമ്പത്തെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ ജോബിൻ പ്ലാച്ചേരിപ്പുറത്ത്, ഫാദർ ബിബിൻ ചക്കുങ്കൽ, പ്രോഗ്രാം ഓഫീസർ സിറിയക് പാറമുണ്ടേൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ആനുകാലിക വിഷയങ്ങളിൽ സമയോചിതമായി ഇടപെടാൻ ദീപികയ്ക്ക് സാധിക്കുന്നുണ്ടെന്നും മൂല്യങ്ങൾ പകരുന്ന ദീപികയ്ക്ക് വലിയൊരു വിശ്വാസ്യതയുണ്ടെന്നും പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ദീപിക ഫ്രണ്ട്സ് ക്ലബ് പാലാ രൂപത കൺവെൻഷന് അരുണാപുരം പാരിഷ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പിതാവ്. DFC പാലാ രൂപത പ്രസിഡന്റ് ജെയ്സൺ ജോസ് കുഴിക്കോടിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ സമ്മേളനത്തിൽ ആദരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ജോർജ് വടക്കൽ, സെക്രട്ടറി ആന്റണി തോമസ് അരുണാപുരം, പള്ളി വികാരി ഫാദർ മാത്യു പുല്ലുകാലായിൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ സെന്റ് ചാവറ അവാർഡിന് കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ ജോസ് പുളിക്കലിനെയും ഗോവ ഗവർണർ PS ശ്രീധരപിള്ളയെയും തെരഞ്ഞെടുത്തു. സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ നേതൃത്വം എന്നിവ പരിഗണിച്ചാണ് മാർ ജോസ് പുളിക്കലിനും 250-ലധികം വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങൾ രചിച്ച് സാംസ്കാരിക ലോകത്തിന് സമ്മാനിച്ച അഡ്വക്കേറ്റ് PS ശ്രീധരപിള്ളയുടെ നൂറ്റാണ്ടിന്റെ എഴുത്ത് സബരിക്കുമായിട്ടാണ് അവാർഡ് നൽകുന്നത്. 50,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് ക്രൈസ്തവ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വരുന്നാളുകളിൽ കൂടുതൽ ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ടി വരും. ഇതിനോടനുബന്ധിച്ച് മാർച്ച് 1 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് അവകാശ പ്രഖ്യാപന സമ്മേളനം നടത്തപ്പെടുന്നു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ മാർ റാഫേൽ തട്ടിൽ പിതാവ് നേതൃ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സഭയുടെ ദൗത്യം തിരിച്ചറിഞ്ഞ ലോകത്തെ രൂപപ്പെടുത്തുവാൻ ഓരോ അൽമായർക്കും കഴിയണമെന്ന് കോട്ടയം മലങ്കര സുറിയാനി അതിരൂപത സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം. മലങ്കര കാത്തലിക് അസോസിയേഷൻ തിരുവല്ല മേഖലയുടെ കർമ്മ പരിപാടികളുടെയും വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. മലങ്കര സഭയുടെ ദൗത്യം തന്നെ മറ്റു സഭകളുമായി ഐക്യപ്പെടുക എന്നതാണ്. അൽമായർ ഐക്യത്തിന്റെ പ്രവാചകരും പ്രഘോഷകരുമായി മാറേണ്ടതുണ്ടെന്ന് ബിഷപ്പ് അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് ബിജു ജോർജ് അധ്യക്ഷത വഹിച്ചു. ഫാദർ മാത്യു വാഴയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ മാത്യു പനങ്കുളം അനുഗ്രഹ പ്രഭാഷണവും നടത്തി. കാലത്തിന്റെ വെല്ലുവിളികൾ അതിജീവിക്കുവാൻ വൈദികർ പ്രാപ്തരാകണമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. സെന്റ് സോൺ വൈദിക പഠന ശിബിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ്. ഡോക്ടർ മാത്യൂസ് മാർ തിമോത്യോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഓർത്തഡോക്സ് സഭ സംഘടിപ്പിക്കുന്ന മാവേലിക്കര ഓർത്തഡോക്സ് കൺവെൻഷൻ ഇന്ന് വൈകിട്ട് 6:30 തഴക്കര തെയോഭവൻ അരമന അങ്കണത്തിൽ ആരംഭിക്കും. ഭദ്രാസന മെത്രാപ്പൊലീത്ത എബ്രഹാം മാർ എപ്പിഫാനിയോസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺസ് ഈപ്പൻ ചടങ്ങിൽ അധ്യക്ഷനാകും. മെർലിൻ T. മാത്യു വചനപ്രഘോഷണം നടത്തും.
ബത്തേരി രൂപത മലങ്കര കാത്തലിക് അസോസിയേഷൻ ബത്തേരി മേഖലയുടെ ആഭിമുഖ്യത്തിൽ വന്യമൃഗ ശല്യങ്ങൾ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ബത്തേരിയിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെ പ്രചാരണ വാഹന ജാഥ നടത്തി. ബത്തേരി രൂപത ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് കത്തീഡ്രൽ അങ്കണത്തിൽ ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു. ബത്തേരി രൂപത MCA പ്രസിഡന്റ് പ്രിൻസ് എബ്രഹാം ജാഥ ഉദ്ഘാടനം ചെയ്തു. ബത്തേരി രൂപത ജനറൽ സെക്രട്ടറി NM ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി. അഖില മലങ്കര സൺഡേ സ്കൂൾ അസോസിയേഷൻ അടൂർ കടമ്പനാട് ഭദ്രാസന പത്തനാപുരം ഡിസ്ട്രിക്ട് സൺഡേ സ്കൂൾ അധ്യാപക പരിശീലനം വാർഷിക യോഗവും കടയ്ക്കാമൺ സെന്റ് ജോർജ് പള്ളിയിൽ നടത്തി. സമ്മേളനം കുര്യാക്കോസ് മാർ ക്ലീമിസ് വലിയ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. പഠന ക്ലാസുകളുടെ ഉദ്ഘാടനം ഫാദർ മാത്യൂസ് P. ജോൺ നിർവഹിച്ചു. ഫാദർ TK തോമസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. അധ്യാപന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഭദ്രാസന സെക്രട്ടറി ഫാദർ KP മാത്യൂസ്, ഫാദർ മാത്യൂസ് P. ജോൺ, ഫാദർ കുര്യാക്കോസ് വർഗീസ്, ഫാദർ വർഗീസ് ജോസഫ്, പ്രൊഫസർ ചെറിയാൻ തോമസ്, പ്രൊഫസർ ജോസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെ കോടഞ്ചേരി കത്തോലിക്ക കോൺഗ്രസ് രംഗത്തെത്തി. കത്തോലിക്ക കോൺഗ്രസിന്റെ കോടഞ്ചേരി യൂണിറ്റ് സമ്മേളനം പാരിഷ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. കോടഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ഷാജു കരിമഠത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം താമരശ്ശേരി രൂപത ഡയറക്ടർ ഫാദർ സബിൻ തൂമുളിൽ ഉദ്ഘാടനം ചെയ്തു. താമരശ്ശേരി രൂപത പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. 1971 ഫോറസ്റ്റ് വൈൽഡ് ആൻഡ് അസൈൻമെന്റ് ആക്ട് പൊതുസമൂഹം അറിയാതെ ഭേദഗതി വരുത്തിയ 2023 ജൂലൈയിൽ സർക്കാർ പുറപ്പെടുവിച്ച ഭേദഗതി ആക്ടിലൂടെ സാധാരണക്കാരുടെ കൈവശമിരിക്കുന്ന പട്ടയഭൂമി പിടിച്ചെടുക്കുവാൻ വനം വകുപ്പ് ഒത്താശ ചെയ്തു കൊടുക്കുന്ന സർക്കാരിന്റെ നയത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ബൈബിളിനെ കുറിച്ചും സഭയിലെ വിശുദ്ധരെക്കുറിച്ചും കൂടുതൽ അറിവ് നേടാൻ വിശ്വാസി സമൂഹത്തെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ അയർലൻഡ് സീറോ മലബാർ സഭയുടെ മതബോധന വിഭാഗം സംഘടിപ്പിച്ച ബൈബിൾ ക്വിസ് മത്സരത്തിന്റെ നാഷണൽ ഗ്രാൻഡ് ഫിനാലെ ബിബ്ലിയ 2025 ഫെബ്രുവരി 22 ശനിയാഴ്ച നടത്തപ്പെടും. ഡബിൾ ഗ്രാസ്വിനയിലുള്ള അവർ ലേഡി ഓഫ് വിക്ടോറിയസ് ദേവാലയത്തിൽ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ് പരിപാടി ആരംഭിക്കുന്നത്. ഡബിൾ റീജിയണൽ കമ്മിറ്റിയും ബിറ്റ്സ്ബറോ കുർബാന സെന്ററുമാണ് ബിബ്ലിയ 2025 നാഷണൽ ഗ്രാൻഡ് ഫിനാലേക്ക് ആതിഥേയത്വമരുളുന്നത്. കോഴിക്കോട് എരഞ്ഞിപ്പാലം സെന്റ് സേവിയേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന വാർഷിക ആഘോഷ പൊതുസമ്മേളനം കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ ഫാദർ പോൾ AJ ചടങ്ങിൽ അധ്യക്ഷനായി. കോളേജ് പ്രിൻസിപ്പൽ CJ ജോർജ് സമ്മേളനത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്ത് വിശിഷ്ട സേവനം നൽകിയ പ്രൊഫസർ വർഗീസ് മാത്യുവിനും അൽഫോൺസ മാത്യുവിനും കോഴിക്കോട് രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പുരസ്കാരം നൽകി ആദരിച്ചു. കലാലയത്തിലെ പഠന പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയവർക്ക് സമ്മാനം നൽകി ആദരിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക വള്ളിക്കുന്നം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഇടവക ദിനാഘോഷവും ഗ്രോട്ടോ തിരുനാളും ആഘോഷിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് ഇടവകയിൽ നിന്ന് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഓരോരുത്തരെയും ആദരിച്ചു. തെക്കിന്റെ കൊച്ചുപാതുവ എന്നറിയപ്പെടുന്ന കമുകിൻകോട് വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ പള്ളിയിൽ തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ സജീവ് തോമസ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വൈകുന്നേരം കൊച്ചുപള്ളിയിൽ നിന്ന് ആരംഭിച്ച തിരുസ്വരൂപ പ്രദക്ഷിണം രാത്രി 11ഓടെ പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്നതിന് ശേഷമായിരുന്നു കൊടിയേറ്റം. തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദം നടന്നു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിന് കീഴിലെ മല്ലാക്ക വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ദേവാലയത്തിലെ തിരുനാളിന് ഇടവക വികാരി ഫാദർ ആൻഡോ ഉള്ളുക്കാരൻ കൊടിയേറ്റി. ഇന്നലെ വൈകിട്ട് നടന്ന ലത്തീന്, നൊവേന എന്നീ തിരുക്കർമ്മങ്ങൾക്ക് ശേഷമായിരുന്നു കൊടിയേറ്റം നടത്തപ്പെട്ടത്. കൈക്കാരന്മാരായ ബിജു പാണയങ്ങാടൻ, ജിത്തു മാപ്പിളപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. 23-നാണ് ഇടവകയിൽ തിരുനാൾ ആഘോഷിക്കുന്നത്. സഭാവാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.